ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് പരമാവധി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഭഗവാൻ അയ്യപ്പൻ കുട്ടിക്കാലം ചെലവഴിച്ച പന്തളം കൊട്ടാരത്തിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ പത്തനംതിട്ടയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിനൊപ്പം പന്തളം കൊട്ടാരം നിർബന്ധമായും കാണണമെന്ന് തീരുമാനിച്ചു. നിർഭാഗ്യവശാൽ ശബരിമല സീസൺ അല്ലാത്തതിനാലോ ഏതോ ഒരു രാജകുടുംബത്തിന് മരണം നടന്ന കാരണത്തിനാലോ കൊട്ടാരം അടച്ചിരുന്നു. അതുകൊണ്ട് വലിയ കോയിക്കൽ ക്ഷേത്രവും അടുത്തുള്ള കൈപ്പുഴ ക്ഷേത്രവും സന്ദർശിച്ചു. ഈ സമയത്ത് കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അച്ചൻകോവിലാറിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ കോയിക്കൽ ക്ഷേത്രം അയ്യപ്പൻ്റെ നിത്യപൂജകൾക്കായി രാജശേഖര രാജാവ് നിർമ്മിച്ചതാണ്. എല്ലാ വർഷവും മകരവിളക്ക് ഉത്സവത്തിന് മുമ്പ് ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണത്തിൻ്റെ ഘോഷയാത്ര ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മകരവിളക്ക് ഉത്സവകാലത്ത് ദശലക്ഷക്കണക്കിന് ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങളെ വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണ് ഈ പുഴ ഒഴുകുന്ന താളം. കുറച്ചു നേരം ഈ പുഴയുടെ ഭംഗിയും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കേരളീയ വാസ്തുകലയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ള നാലുകെട്ടുകളും ഞങ്ങളും ആസ്വദിച്ചു. കൊല്ലവർഷാരംഭങ്ങളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു രാജവംശമാണ് പന്തളം രാജവംശം. തമിഴകത്തെ പാണ്ഡ്യ രാജവംശത്തിൻ്റെ ഒരു ശാഖയാണ് ഇതെന്ന് വിശ്വസിക്കുന്നു. ശബരിമല ക്ഷേത്രവുമായുള്ള ബന്ധം ഈ വംശത്തിന് ഒരു വലിയ പദവി ഉണ്ടാക്കി കൊടുക്കുന്നു. അയ്യപ്പൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് പന്തളം രാജകൊട്ടാരത്തിലാണെന്നാണ് ചരിത്രരേഖ. പന്തളം രാജവംശജർ ഭാർഗവ ഗോത്രത്തിൽപ്പെട്ടവരാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മറ്റു ക്ഷത്രിയ വംശജർ വിശ്വാമിത്ര ഗോത്രത്തിൽപ്പെട്ടവരാണ്. എന്നാൽ കേരളത്തിലെ മറ്റു രാജവംശങ്ങളുടെ ബന്ധം കാരണം പിൽക്കാലത്ത് പന്തളം രാജവംശം നായർ കുലത്തിൽ ലയിച്ചു. പന്തള രാജനായിരുന്ന രാജരാജശേഖരൻ നായാട്ടിനായി പോയപ്പോൾ പമ്പാ നദിക്കരയിൽ ഒരു ശിശുവിൻ്റെ കരച്ചിൽ കേൾക്കുകയുണ്ടായി. ശബ്ദം കേട്ട് ദിക്കിലേക്ക് പോയ രാജാവ് അവിടെ ഒരു സുന്ദരനായ കഴുത്തിൽ മണിയോടുകൂടിയ ഒരു ശിശുവിനെ കണ്ടു. കുട്ടികൾ ഇല്ലാതിരുന്ന രാജാവ് ഈശ്വരൻ തനിക്ക് തന്ന വരമാണ് ഈ ശിശുവെന്ന് വിശ്വസിച്ചു. ആ സമയം അവിടെ ആഗതനായ അഗസ്ത്യ മഹർഷി രാജാവിൻ്റെ വ്യാകുലതകൾ അകറ്റിക്കൊണ്ട് പറഞ്ഞു, മഹാരാജാവെ, ഈ ബാലനെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി പുത്രനായി വളർത്തുക. ഈ കഴുത്തിൽ കാണുന്ന മണി തന്നെ നോക്കൂ, അത് തന്നെ ദിവ്യത്വത്തിൻ്റെ ലക്ഷണമാണ്. ഇവനെ മണികണ്ഠൻ എന്ന് വിളിക്കാം. ഇവൻ നിമിത്തം രാജ്യത്തിന് രാജവംശത്തിനും അളവറ്റ ശ്രേയസ്സുകൾ ഉണ്ടാകും. ഈ കഥ പരമാവധി എല്ലാവരും ശ്രീ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലൂടെ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനം ഞങ്ങൾ അച്ചൻകോവിലാറിന് കുറുകെയുള്ള ഒരു തൂക്കുപാലത്തിലൂടെ കൈപ്പുഴ ക്ഷേത്രത്തിലേക്ക് നടന്നു. പന്തളം രാജവംശത്തിൻ്റെ വാസസ്ഥലമായ പന്തളം കൊട്ടാരം അച്ചൻകോവിലാറിൻ്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളീയ വാസ്തുശില്പകലയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കൊട്ടാരം. പഴയ കൊട്ടാരത്തിൻ്റെ ഭൂരിഭാഗവും കാലപ്പഴക്കത്താൽ നശിച്ചെങ്കിലും ചുരുക്കം ചില ഭാഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കൈപ്പുഴ തമ്പാൻ്റെ മാളികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം പന്തള കുടുംബം അവിടെ താമസം തുടങ്ങുകയായിരുന്നു. പന്തള രാജവംശത്തിന് 500 വർഷത്തെ പഴക്കമാണ് ചരിത്രത്തിലെ രേഖകൾ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ തൂക്കുപാലവും കടന്ന് കൈപ്പുഴ ക്ഷേത്രത്തിൽ ഞങ്ങളെത്തി. കൊട്ടാരത്തിൻ്റെ കീഴിലുള്ള ശിവക്ഷേത്രവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രവുമാണ് ഈ സമുച്ചയത്തിലുള്ളത്. ഈ സമുച്ചയങ്ങളെ കൂടാതെ പന്തളം കൊട്ടാരത്തിനകത്തുള്ള വേറെ സമുച്ചയങ്ങളാണ് കൊച്ചു കോയിക്കൽ തേവാരപ്പുര, സ്ട്രോങ് റൂം, പുത്തൻ കോയിക്കൽ എന്നിവ. കൊച്ചു കോയിക്കൽ തേവാരപ്പുര. വടക്കേ കൊട്ടാരത്തിലും നാലുകെട്ടിലുമായുള്ള തേവാരപ്പുരകളിൽ 28 ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളുണ്ട്. ഇവിടെയുള്ള മധുര മീനാക്ഷി പ്രതിഷ്ഠ പന്തളം രാജവംശത്തിന് പാണ്ഡ്യന്മാരുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. സ്ട്രോങ് റൂം. വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന സ്ട്രോങ് റൂമിലാണ് അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. പുത്തൻ കോയിക്കൽ. കൊട്ടാര സമുച്ചയങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന ഒന്നാണിത്. കൊട്ടാരത്തിലെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ഒരു കുളം ഈ സമുച്ചയത്തിന് കീഴിലായി സ്ഥിതി ചെയ്യുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.